നിർബന്ധമല്ലാത്ത ഒരു കാര്യം നടക്കാൻ, നിർബന്ധമല്ലാത്തൊരു കാര്യം നീ നിന്റെ മേൽ നിർബന്ധമാക്കലാണ് ഒരു കാര്യം നടക്കാൻ. അപ്പൊ നിർബന്ധമായ കാര്യങ്ങളിലൊന്നും നേർച്ചയില്ല. 5 നേരം നിസ്കരിക്കാൻ ഞാൻ നേർച്ച നേർന്നു എന്ന് പറഞ്ഞാൽ അത് പാടില്ല. നോമ്പെടുക്കാൻ ഞാൻ നേർച്ച നേർന്നു എന്ന് പറഞ്ഞാൽ, നിർബന്ധ നോമ്പെടുക്കാൻ ഞാൻ നേർന്നു എന്ന് പറഞ്ഞാൽ അത് പാടില്ല. അപ്പൊ നിർബന്ധമായ ഒരു കാര്യത്തിലും എന്തില്ല? നേർച്ചയില്ല. നിർബന്ധമല്ലാത്ത ഒരു കാര്യം, ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമ്മുടെ മേൽ നിർബന്ധമാക്കുക, അതോടുകൂടി അത് ചെയ്യൽ എന്ത് ചെയ്തു? നിർബന്ധമായി. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നേർച്ച ചെയ്യുന്നത് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചില ആളുകൾ പറയും, എൻ്റെ മകൻ്റെ അസുഖം മാറിക്കിട്ടിയാൽ ഞാൻ ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, എൻ്റെ ഇന്ന കാര്യം സാധ്യമായാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും. ഇങ്ങനെയൊക്കെ നേർച്ചയാക്കുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തൻദിറു, നിങ്ങൾ നേർച്ചയാക്കരുത്. ഫഇന്ന നദറ, നേർച്ച എന്ന് പറയുന്നത് ലാ യുറദ്ദു ശൈഅൻ മിനൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നേർച്ച ഒന്നിനെയും തടയുന്നില്ല. നേർച്ചയാക്കി എന്നതുകൊണ്ട് ഖദറിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. നേർച്ചയാക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ്? നേർച്ച മുഖേന എൻ്റെ രോഗം മാറും, എനിക്ക് മക്കളെ കിട്ടും, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, ജോലി കിട്ടും, വിസ കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് പല ആളുകളും നേർച്ചയാക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഖദറിൽ നേർച്ച കൊണ്ടൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. പിന്നെ എന്താണ് ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ യസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ കയ്യിൽ നിന്ന് ധനം പുറത്തെടുക്കാനുള്ള ഒരു മാർഗം മാത്രമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നേർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്ത ലോകത്തുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ 2 കാര്യങ്ങൾ പറഞ്ഞു. നേർച്ച ഹറാമാണ്, നേർച്ച കറാഹത്താണ്. ഈ 2 കാര്യങ്ങളാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പണ്ഡിതന്മാരും സമൂഹത്തിന് മുമ്പിൽ നേർച്ചയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലും മാറ്റം വരുത്താൻ അള്ളാഹു നമുക്ക് തന്നൊരു സമ്മാനമുണ്ട്. അതെന്താണ്? അത് പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പവർഫുള്ളാണ്. ഇന്ന ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ, നേർച്ച കൊണ്ട് വരാനിരിക്കുന്നതും വന്നതുമായ എല്ലാ പരീക്ഷണങ്ങളെയും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ മേൽ ഉണ്ടാകണം, എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നേർച്ച കൊണ്ടൊരിക്കലും അത് സാധ്യമല്ല. കണ്ടീഷൻ വെച്ചുള്ള നേർച്ചയെക്കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത്, അത് ഹറാമാണ്, അത് ഹറാമാണ്. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം, അല്ലാഹു അങ്ങനെ ചെയ്താലേ ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന കണ്ടീഷൻ വെക്കുന്നത് ഒരു മോശമായ കാര്യമാണ്. അത്തരത്തിലുള്ള നേർച്ചകൾ ഹറാമാണെന്നും ഒരുപാട് തെളിവുകൾ സഹിതം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണമൊന്ന്, ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ പരലോകം ഉദ്ദേശിച്ച് ചെയ്യേണ്ടതിന് പകരം ഈ ദുനിയാവിൽ ഒരു കാര്യം നേടിയെടുക്കാനാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഹറാമാണ്, കറാഹത്താണെന്ന് പറയുന്നത്. 2, സ്വമേധയാ ചെയ്യേണ്ട കാര്യങ്ങൾ തന്റെ മേൽ നിർബന്ധമാക്കി ചെയ്യുന്നു. ആ വിഷയത്തിൽ അയാൾ പിശുക്കനാണ്. 3-ാമത്തെ കാര്യം, പകരം ചെയ്താലേ നേർച്ച വീടൂ എന്ന നിബന്ധന വെക്കുന്നു. അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. 4-ാമത്തെ കാര്യം, നേർച്ച ചെയ്താൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന ജാഹിലിയത്തിന്റെ വിശ്വാസമാണ് നേർച്ചയിലൂടെ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ കാര്യം, അത് വിധിയെ തടയും എന്ന് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നു. വിധിയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ അനുവദിക്കപ്പെട്ട നേർച്ചയുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയല്ലാതെ, കണ്ടീഷൻ വെച്ചിട്ടല്ലാതെ ഒരാൾക്കൊരു നിഅമത്ത് കിട്ടി, ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടി, അതിന് നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി ഒരാൾ പറയുന്നു, ഞാൻ 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാനിതാ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്, അതിന് കുഴപ്പമില്ല. ശുക്റിന് വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ്. നല്ല നിയ്യത്തിലാണെങ്കിൽ അതിന് കൂലിയുണ്ട്. സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കി കളയുന്ന കാര്യങ്ങൾ, വിട്ടുപോകുന്ന ഒരു കാര്യം, അത് ഞാൻ നിർബന്ധമായും ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണെങ്കിലും ആ നേർച്ചക്ക് കുഴപ്പമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മറിയം ബീവി അലൈഹിസ്സലാം, നിങ്ങൾ നോക്കൂ, മറിയം ബീവിയുടെ ഉമ്മ തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായി എന്ന സന്തോഷമുണ്ടായപ്പോ അവർ പറഞ്ഞ ഒരു വാചകമുണ്ട്,
ഇന്നി നദർതു ലക മാ ഫീ ബത്നി, അല്ലാഹുവേ എന്റെ വയറ്റിലെ കുഞ്ഞിനെ റബ്ബേ ഞാൻ നിനക്കിതാ നേർച്ചയാക്കിയിരിക്കുന്നു. അത് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടല്ല നേർച്ചയാക്കിയത്, കുഞ്ഞുണ്ടായി എന്ന സന്തോഷത്തിൽ നന്ദി പ്രകടനത്തിന് വേണ്ടിയാണ് മറിയം ബീവിയുടെ ഉമ്മ നേർച്ചയാക്കിയത്. ഗുണകരമായൊരു കാര്യം തന്റെ മേൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ ഞാനത് ചെയ്തു പോകുമെന്ന് വിചാരിച്ച് ഒരാൾ നേർച്ചയാക്കിയാലും കുഴപ്പമില്ല എന്നാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അവർ ഗർഭിണിയായപ്പോ, മറിയം ബീവി അലൈഹിസ്സലാം ഗർഭിണിയായപ്പോ ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചു, ആളുകൾ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിച്ചു. ആ സമയത്ത് മറിയം ബീവി അലൈഹിസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലം ഉകല്ലിമൽ യൗമ ഇൻസിയ. ഞാനിതാ എന്റെ റബ്ബിന് ഒരു നോമ്പ് നേർച്ച നേർന്നിരിക്കുന്നു. എന്താണ് നേർച്ച? ഫലം മുക്കല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യന്മാരോട് ഞാൻ സംസാരിക്കൂല. കാരണം എന്താ? സംസാരിക്കാതിരുന്നാൽ ഒരുപാട് ഗുണത്തിന് വേണ്ടി നേർച്ചയാക്കി, അതും അനുവദനീയമാണ്. എന്നാൽ പലരും ഇന്ന് നേർച്ചയാക്കുന്നത് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്. ഈ നേർച്ച ഹറാമാണ്, അത്തരത്തിലുള്ള നേർച്ചകൾ കറാഹത്താണ് എന്നാണ് മഹാരഥന്മാരായ ഭൂരിഭാഗം പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം വിശ്വാസികളുടെ ഗുണമായി നമ്മളെ പഠിപ്പിക്കുന്നത് നേർച്ച ഇത്തരത്തിലുള്ള ശരിയായ അനുവദിക്കപ്പെട്ട നേർച്ച അവർ ചെയ്താൽ വയൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അവർ ആ നേർച്ച നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വാസികളുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേർച്ച ചെയ്താൽ അത് നിറവേറ്റുക എന്നത്, അത് പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം, മൻ നദറ അൻ യുതി അല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കാൻ ഒരാൾ നേർച്ച നേർന്നാൽ യുതിഅഹു, അവൻ അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യഅസിയഹു, അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഒരാൾ നേർച്ച നേർന്നാൽ അവൻ ഒരിക്കലും അത് ചെയ്യാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾ പറയുന്നു, ഞാൻ കള്ളു കുടിക്കാൻ നേർച്ചയാക്കി, ഒരിക്കലും അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യമാണ്, അത് വീടാൻ പാടില്ല. ഇസ്ലാം അംഗീകരിച്ച കാര്യമാണെങ്കിൽ അത് വീടണം, അനുവദിച്ച കാര്യമാണെങ്കിൽ അത് വീടണം. ഒരാൾ ഒരു നേർച്ചയാക്കുന്നതോടുകൂടി രണ്ടാലൊന്ന് ചെയ്യൽ നിർബന്ധമാണ്. ഒന്നുകിൽ നേർച്ചയാക്കി അനുവദിക്കപ്പെട്ടതാണെങ്കിൽ അത് വീട്ടണം, അത് നിർബന്ധമാണ്. ഹറാമാണെങ്കിൽ അത് വീട്ടാൻ പാടില്ല. പക്ഷേ അവർക്ക് പ്രായശ്ചിത്തമുണ്ട്, കഫാറത്തുണ്ട്. ഹറാമായ ഒരു നേർച്ച ഒരാൾ ചെയ്തു, അത് ചെയ്യാൻ പാടില്ല, അത് വീട്ടാൻ പാടില്ല. പക്ഷേ അതിന് പ്രായശ്ചിത്തമുണ്ട്. എന്താണ് പ്രായശ്ചിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രായശ്ചിത്തം? സൂറത്തു മാഇദയിലെ 89-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫി ഐമാനിക്കും, ബോധപൂർവമല്ലാത്ത നിങ്ങളുടെ ശബ്ദങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല. ബോധപൂർവമല്ലാത്ത നിങ്ങളുടെ ശബ്ദങ്ങളുടെ പേരിൽ, സത്യം ചെയ്തതിന്റെ പേരിൽ പടച്ചോ നിങ്ങളെ പിടികൂടില്ല. വലാകിൻ യുആഖിദുകും ബിമാ അഖ്തുമുൽ ഐമാൻ, ഉറപ്പിച്ച് ചെയ്ത ശബ്ദങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടും. ഫകഫാറതുഹു, അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഇത്ആമു അശറതു മസാകിൻ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. സത്യം ചെയ്താൽ അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് കഫാറത്താണോ അതേ കഫാറത്താണ് നേർച്ച ഒരാൾ നേർന്നിട്ട് അത് വീട്ടിയിട്ടില്ലെങ്കിലുള്ള കഫാറത്ത്. നേർച്ചക്കുള്ള കഫാറത്തും സത്യം ചെയ്തിട്ട് പാലിച്ചിട്ടില്ലെങ്കിലും കഫാറത്തും ഒരേ കഫാറത്താണ്. എന്താണ് കഫാറത്ത്? 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തത് മിൻ ഔസതി മാ തുതഇമുന അഹ്ലിക്കും, നിന്റെ കുടുംബത്തിന് നീ കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ തിന്നുന്ന അതേ രീതിയിലുള്ള ഭക്ഷണം, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 10 മിസ്കീന്മാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രങ്ങൾ കൊടുക്കണം. ഔ തഹ്രീർ റഖബത്തിൻ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഫമൻ ലം യജിദ്, ഇതിനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ ഫസിയാമു സലാസതി അയ്യാമിൻ, 3 ദിവസം നിങ്ങൾ നോമ്പെടുക്കണം. അതാണ് അതിനുള്ള പ്രായശ്ചിത്തമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാലിക കഫാറതു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ അത് പാലിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള കഫാറത്ത് അതാണ്. എന്നിട്ട് പറഞ്ഞു വഹ്ഫദു ഐമാനക്കും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. എന്തിനാണത്? ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദി കെട്ടവരാകാനല്ല, നന്ദിയുള്ളവരാകാൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ നേർച്ച നേർന്നു, ഒരാൾ ഒരു കാര്യം നേർച്ച നേർന്നു, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒരു സന്തോഷം കിട്ടി, ഒരാടിനെ അറക്കണമെന്ന് നേർച്ച നേർന്നു. അയാൾ രോഗിയായി, കയ്യിലുള്ള പണമൊക്കെ തീർന്നു. എന്തെങ്കിലും ഒരു അശക്തി കൊണ്ട് അയാൾക്ക് നിറവേറ്റാൻ കഴിയാതെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയാൾ നേർച്ച നിറവേറ്റിയിട്ടില്ലെങ്കിലും അയാൾ കഫാറത്ത് കൊടുത്താൽ മതി. അയാൾ കഫാറത്ത് എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
മൻ നദറ നദറൻ, ഒരാൾ നേർച്ചയാക്കി, ലാ യുതീഖുഹു, അയാൾക്ക് നേർച്ച വീടാൻ കഴിവില്ല, ഫല്യുകഫിർ കഫാറത്തുൽ യമീൻ, ശപഥം ചെയ്തതിന്റെ കഫാറത്ത് അയാൾ കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തെങ്കിലും ഒരു തിന്മക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് നേർച്ചയാക്കുന്നത് എങ്ങനെയാണ്? ജാറം മൂടാൻ നേർച്ചയാക്കുന്നു, വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കുന്നു, ജാറത്തിൽ വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കുന്നു, അവിടത്തേക്ക് എണ്ണ നേർച്ചയാക്കുന്നു, അവിടത്തേക്ക് തിരിയും പട്ടുമെല്ലാം നേർച്ചയാക്കുന്നു. ഇത് നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിറവേറ്റാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അത് വീഴാൻ പാടില്ലെങ്കിലും അയാൾ നേർച്ചയാക്കിയതിന്റെ കഫാറത്ത് അയാൾ കൊടുക്കണം. എന്താണ് കഫാറത്ത്? ഞാൻ നേരത്തെ പറഞ്ഞു, അന്നദറു നദറാനി, നേർച്ച രണ്ട് രൂപത്തിലാണ്. ഫമാ കാന മിൻ നദിരിൻ ഫീ തഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യമാണെങ്കിൽ വഫീഹിൽ വഫ, അത് പൂർത്തിയാക്കുക എന്നത് നിർബന്ധമാണ്. വമാ കാന മിൻ നദിരിൻ ഫീ മഅസിയത്തില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിലാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ ഫദാലിക ലിശൈത്താൻ, അത് ശൈത്താനുള്ള നേർച്ചയാണ്. വല വഫാ ഫീ, അതിൽ പൂർത്തീകരിക്കാൻ പാടുള്ളതല്ല. വയുകഫിറുഹു മാ യുകഫിറുൽ യമീൻ, പക്ഷേ അയാൾ എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം. അയാൾ കഫാറത്ത് കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല നേർച്ച എന്ന് പറയുന്നത്. കണ്ടീ വിഷം വെച്ചുള്ള നേർച്ചയെക്കുറിച്ച് ഹറാമ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത്തരത്തിലുള്ള നേർച്ചകളെക്കുറിച്ച് മഹാരഥന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളും, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞവരും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് പറ്റുകയില്ല എന്നാണ് ഈ വചനങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനീങ്ങളുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നേർച്ച അത് ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമേ നമ്മൾ അർപ്പിക്കാൻ പാടുള്ളൂ. അവൻ്റെ പ്രീതിയും അവൻ്റെ കൂലിയും അവൻ്റെ തൃപ്തിയും കാംക്ഷിച്ച് മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇന്ന് സമൂഹത്തിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിന് വേണ്ടി, ബദർ ശുഹദാക്കൾക്ക് വേണ്ടി ആടിനെയും കോഴിയെയൊക്കെ നേർച്ചയാക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ ഇന്ന് കാണാൻ പറ്റും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് എന്ന നേർച്ചയ്ക്ക് വിരുദ്ധമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർച്ചയാക്കുന്ന ഇത്തരം നേർച്ചകളെക്കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബുലൂഗുൽ മറാമിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ സുബുലുസ്സലാമിൽ ഇമാം സൻആനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഅമ്മൻ നുദൂറുൽ മഅറൂഫ ഫി ആദിഹിൽ അസ്മിന അലൽ ഖുബൂർ. ഇന്ന് അറിയപ്പെട്ട ഖബറുകളുടെ അടുക്കൽ നേർച്ചയാക്കുന്ന ചില സമ്പ്രദായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് കാണാം. വൽ മശാഹിദ് വൽ അംബാത്ത്, മരണപ്പെട്ടവരുടെ ഖബറിൻ്റെ അടുത്ത് ഇന്ന് അറിയപ്പെട്ട ചില നേർച്ചകൾ നമുക്ക് കാണാം. ഫലാ കലാമ ഫീ തഹ്രീമിഹ, അത് ഹറാമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലിഅന്ന അന്നാദിർ യഅതഖദു ഫീ സാഹിബിൽ ഖബരി അന്നഹു യൻഫഉ വയളർ. ഒരാൾ നേർച്ചയാക്കുമ്പോൾ ആർക്കാണ് നേർച്ചയാക്കുന്നത്? ഖബറിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നേർച്ചയാക്കുന്നത്. അത് നേർച്ചയാക്കുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എന്താണ്? ഖബറിൽ കിടക്കുന്ന വ്യക്തി എന്നെ സഹായിക്കും, എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും, എനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടും, എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടും. അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എനിക്ക് നന്മ ചെയ്യാനും എനിക്ക് ഉപദ്രവങ്ങൾ നീക്കിത്തരാനും അവിടെ കിടക്കുന്ന മൺമറഞ്ഞു പോയ മഹാത്മാക്കൾക്ക് കഴിയുമെന്ന വിശ്വാസത്തിലാണ് നേർച്ച നേരുന്നത്. അത് ശിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്നും മില്ലത്തിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറയുന്നു. മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, വയജ്ലിബുൽ ഖൈർ, നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടും. വയദ്ഫഉ ശർ, നമുക്ക് വരാനിരിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും അവർ നമ്മളെ തടയും. വയുആഫിൽ അലീം, വേദനിക്കുന്നവന്റെ വേദനകൾക്ക് ശമനമുണ്ടാകും. വയശ്ഫി സഖീം, രോഗികൾക്ക് രോഗശമനമുണ്ടാകും. വഹാദാ ഹുവല്ലദീ കാന യഫ്അലുഹു ഉബ്ബാദുൽ ഔസാൻ ബിഐനിഹി, ഇത് വിഗ്രഹാരാധനകൾക്ക് സമാനമായ പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഫയഹ്റുമുൻ നദറ ലിൽ ഖബർ, ഇത്തരം ഖബറുകൾക്ക് നേർച്ചയാക്കൽ ഹറാമാണ് എന്ന് വ്യക്തമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തും
ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേർച്ച എന്ന് പറയുന്നത് ഇബാദത്താണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, ജക്കാത്ത് പോലെ, പ്രാർത്ഥന പോലെ. അത് അർപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ മാത്രമായിരിക്കണം. കാരണം ഏതൊരു ഇബാദത്തും നമ്മൾ ചെയ്യുമ്പോൾ, ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ, അത് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടാകും. മഹബത്തോടുകൂടി ഹൗഫോടുകൂടി ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് ഇബാദത്താണ്. അത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലെ ആദ്യത്തെ 13 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിച്ചത്. ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൽ മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. അവനല്ലാത്തവരിലേക്ക് ഒരിക്കലും ഇബാദത്തിന്റെ ഒരു ഇനവും തിരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ തിരിച്ചാൽ ഫഹുവ മുശ്രിക്കുൻ കാഫിറുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആയത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ യഥാർത്ഥ മുവഹിദായി മുഹ്ലിസുന്നകളായി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.